ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കുഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. എ ഡേ ഇൻ ദ ലൈഫ് അറ്റ് വൈഫ്സ് ഹൗസ് ആണെന്ന് കാണിക്കുന്നത്. അതായത് വിക്കിയേട്ടൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്ന് പാലക്കാടിൽ നിന്ന് വിക്കിയേട്ടന് ട്രിവാൻഡ്രത്ത് എത്തും. അപ്പോൾ രാവിലെ വാങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിരിക്കുവാണ്. പനിയിൽ ഇവിടെ ഉച്ചക്കലത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുവാണ്. എൻ്റെ ബ്രദർ ഹസ്ബൻഡിനെ വിളിക്കാൻ പോകുന്നുണ്ട്. എവിടെ നിന്ന് രാവിലെ തൊട്ട് അച്ഛ എഴുതെന്താ വരത്തെന്താന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വിളിക്കായിട്ട് ഫ്രഷ് ആയിട്ട് വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. വാമി നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ വാമിക്ക് മിൽക്ക് ഷേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടാവും. അപ്പോൾ വാമിക്ക് മിൽക്ക് ഷേക്കും വിക്കേറ്റിന് ദോശയും ചട്നിയൊക്കെ കൊടുക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്. ഇതിൽ കാണാൻ പോകുന്നത് ഡേ ഇൻ ദ ലൈഫ് അറ്റ് വൈഫ്സ് ഹോം ആണ്. ഇതിലേറെക്കുറെ ഉള്ളത് മുഴുവൻ ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കും. അവിടെ വന്നാൽ വിക്കേന് ഫുൾ ടൈം ഭക്ഷണം കഴിക്കിയത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയത് നല്ല കപ്പയുണ്ട്, മരിച്ചിനി എന്നാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് പറയുന്നത്. അതുപോലെ നല്ല ചെമ്പാവ് ചോറും നല്ല ചിക്കൻ കറിയുടെ റെഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഉച്ച ഊണിന് സമയമായി. അപ്പോൾ വിക്കേടിനും വാമിക്കുട്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് വിളമ്പാൻ പോവാണ്. വിക്കേടിന് ഭക്ഷണം കഴിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു, കാരണം കുറച്ച് 11 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ വാമിയുടെ നിർബന്ധപ്രകാരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വാമിക്ക് നമ്മളിവിടെ കപ്പ എടുത്തിട്ടുണ്ട്, ചോറ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്, വാമിയുടെ ലെല്ലി പീസ്. നല്ല കപ്പ ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞാനും വിക്കേനും കപ്പ മാത്രമാണ് കഴിച്ചത്, ചോറ് കഴിച്ചില്ല. നല്ല ചിക്കൻ കറി അതുപോലെ ഫ്രൈഡ് ലെഗ് പീസ് ഉണ്ടായിരുന്നു. വാമിത ഇവിടെ വിക്കേനെ കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഫിലിമൊക്കെ കണ്ട് വിക്കേടിനും വാമിക്കുട്ടി ഇവിടെ കിടപ്പാണ്. കുറച്ച് കഴിഞ്ഞ് വിക്കേടിന് എന്തായാലും ഉറങ്ങും, അത് 100% ഷുവറാണ്. വാമി എന്തായാലും ഉറങ്ങത്തില്ല. വിക്കേഡ് എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഉറങ്ങിപ്പോയി. ഇത് ലവ് ലാപ്പിൻ്റെ സുപ്രീം പാൻ ഡയപ്പേഴ്സ് ആണ്. ഇത് 360 ഡിഗ്രി കവറേജ് നൽകുന്ന ഒരു ബെസ്റ്റ് ഡയപ്പറാണ്. അതുപോലെ തന്നെ നല്ല സുപ്പീരിയർ അബ്സോർബൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ നല്ലൊരു ബ്രീത്തബിൾ ഫാബ്രിക്കോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബാക്ക് പോർഷൻ ഒരു കോട്ടൺ ഷീറ്റോട് കൂടിയാണ്. വളരെ കംഫർട്ടബിൾ ആയിരിക്കും, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല എലാസ്റ്റിക് ആണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സുസുമീറ്റർ ആണ്. ഓവർ ഡയപ്പർ വെറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും, ഒരു ബ്ലൂ ലൈൻ പോലെ ആവും. ബാക്ക് പോർഷൻ വന്നിട്ട് ഒരു ഡിസ്പോസൽ ടാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എബൌട്ട് 10 മില്യൺ ബ്രീത്തബിൾ പോസ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ ഏറെ കംഫോർട്ടാണ് നൽകുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ദ ഗുഡ്നെസ് ഓഫ് അലോവേറ. അത് റാഷ് പ്രിവെൻഷനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത് ഞാൻ ഈവനിങ് സ്നാക്സിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നേരത്തെ മേടിച്ച ചിക്കനിൽ നിന്ന് ഞാൻ കുറച്ച് പീസസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു വെറൈറ്റി ഡിഷായ നെസ്റ്റ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. നെക്സ്റ്റ് പോലെ ഇല്ലേ കാണാൻ. ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പം ഞാൻ അതിനായിട്ട് എനിക്കൊരു ഷൂസാണ് മേടിച്ചത്. പക്ഷേ അതിന് വേറെ വിക്കേഡിനായിട്ട് 2 ഷൂസ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് ആയപ്പോൾ വീണ്ടും വിക്കേഡിന് ഫുഡ് കഴിക്കുവാണ്. ഈ വ്ളോഗിൽ വിക്കേഡിൻ്റെ ഫുഡ് കഴിക്കൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വീട്ടിൽ വരിക, 3 നേരം ഫുഡ് കഴിക്കാം, ഇത് മാത്രമേ ഈ വ്ളോഗിലുള്ളൂ. ഈ ഒരു ഡാൻസ് പെർഫോമൻസോടുകൂടി ഈ വ്ളോഗ് തീരാൻ പോവാണ്. അപ്പോൾ വാമിയുടെ ഡാൻസും കാര്യങ്ങളുമാണ് നൈറ്റ് ടൈമിൽ. അങ്ങനെ വിക്കേഡിന് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് വാമിയുടെ ഡാൻസ്. ഓ എന്താ സ്റ്റെപ്പ് എന്നൊക്കെ.